ലോക്കൽ സെക്രട്ടറിയും സഹകരണ ബാങ്ക് ജീവനക്കാരനും വൈപ്പിൻ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന MC കാർത്തികേയന്റെ അനുസ്മരണ ചടങ്ങ് നടന്നു. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നിരവധി നേതാക്കൾ പങ്കെടുത്തു. മുൻ MLAയും മന്ത്രിയുമായ S. ശർമ്മ, സൂരജ് NC, AP പ്രിനിൽ, ജോഷി മാസ്റ്റർ, TG വിജയൻ, അനിരുദ്ധൻ തുടങ്ങി നിരവധി നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു. വായ്പ് ഏറ്റുവാങ്ങിയ സഖാവാണ്. കർമ്മനിരതനായി തൻ്റെ യൗവനം മുഴുവൻ ഈ പാർട്ടിക്ക് വേണ്ടി സമർപ്പിതമായി ജീവിതം മുന്നോട്ട് നയിച്ച പ്രിയപ്പെട്ട സഖാവ് കർഷക തൊഴിലാളി യൂണിയൻ്റെ ഏരിയ ഭാരവാഹിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. കർഷക തൊഴിലാളി സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയും സംഘടന ശക്തിപ്പെടുത്തുന്നതിനും വൈപ്പിനിലുടനീളം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സഖാവ് CPIM കുഴുപ്പള്ളി ലോക്കൽ സെക്രട്ടറിയായും വൈപ്പിൻ ഏരിയ കമ്മിറ്റി അംഗവുമായും പ്രവർത്തിച്ചിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് പട്ടികജാതി ക്ഷേമ സമിതി രൂപീകരിച്ചപ്പോൾ വൈപ്പിൻ ഏരിയ കമ്മിറ്റിയുടെ പ്രസിഡൻ്റായി പ്രവർത്തിച്ചത്. തൻ്റെ പ്രവർത്തന കാലയളവിൽ ഉടനീളം ഏറ്റവും സാധാരണക്കാർക്ക് വേണ്ടി, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി തൻ്റെ സംഘടനാ ജീവിതം മാറ്റിവെച്ച പ്രിയപ്പെട്ട സഖാവ് ഇന്നലെയാണ്, അസുഖബാധിതനായിരുന്ന സഖാവ് ഇന്നലെയാണ് നമ്മെ വിട്ട് പിരിഞ്ഞത്. ഈ നാടിൻ്റെ ആകെ സ്നേഹം ഏറ്റുവാങ്ങിയ, ഏറ്റവും ലളിതമായ ജീവിതത്തിലൂടെ ഉത്തമനായ കമ്മ്യൂണിസ്റ്റ് ആദർശം ഉയർത്തിപ്പിടിച്ച, ഈ നാടിനാകെ പ്രിയപ്പെട്ട സഖാവ് NC കാർത്തികേയൻ്റെ നിര്യാണത്തിൽ ഈ അനുശോചനം രേഖപ്പെടുത്തുന്നു. അകാലത്തിലുള്ളതാണ്. കഴിഞ്ഞൊരു 3-4 മാസങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി വീട്ടിൽ പോവുകയും കുറച്ചു നേരം സംസാരിക്കുകയും ആ സംഭാഷണത്തിൽ കുറേ കാലം കൂടി ഒരു ജീവിതമുണ്ട് എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു അദ്ദേഹം. വൈദ്യശാസ്ത്രത്തിൻ്റെ നിയന്ത്രണത്തിനേക്കാളപ്പുറം വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവനെടുക്കുകയാണ് ഉണ്ടായത്. ഇവിടുത്തെ ബാങ്കിലെ ഒരു ജീവനക്കാരനായി പ്രവർത്തിക്കുകയും തുടർന്ന് പൊതുപ്രവർത്തന മണ്ഡലത്തിൽ നേതൃത്വം കൊടുക്കുകയും കുഴുപ്പള്ളിയിലെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എന്ന നിലയിൽ വൈപ്പിങ്കരയിലെ പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി എന്ന നിലയിൽ കാർത്തികേയൻ വഹിച്ചിട്ടുള്ള പങ്ക് അഭിനന്ദനമർഹിക്കുന്നതാണ്. മാതൃകാപരമായിട്ടുള്ള കാര്യമാണ്. ഒരു പൊതുപ്രവർത്തനം എന്നുള്ളത് സ്വന്തം ജീവിതത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുക എന്നുള്ളതല്ലല്ലോ. സഹജീവികളുടെ സ്നേഹദുഃഖങ്ങളിൽ പങ്കാളിയാകുമ്പോഴാണ് സ്വന്തം ജീവിതത്തിന് ഒരർത്ഥമുണ്ട് എന്ന് കാലത്തിന് തെളിയിച്ചു കൊടുക്കുന്നു. അങ്ങനെ സഹജീവികളുടെ സ്നേഹദുഃഖങ്ങളിൽ പങ്കാളിയായി സ്വന്തം ജീവിതത്തിൻ്റെ അർത്ഥവത്തായ ദൗത്യം സമൂഹത്തിന് കൈമാറ്റം ചെയ്യുകയും സമൂഹത്തിൻ്റെ വിശ്വസ്തത ആർജിക്കുകയും ആ വിശ്വസ്തതയുടെ കരുത്ത് പ്രവർത്തനത്തിനുള്ള ആയുധമാക്കി ഉപയോഗപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് നേതൃത്വം വഹിക്കുകയായിരുന്നു കാർത്തികേയൻ.
ഞാൻ കാർത്തികേയനെ പരിചയപ്പെട്ട രംഗം ഞാൻ കാർത്തികൻ മരിച്ചു എന്ന് പ്രനിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നു. 80കളുടെ മധ്യത്തിൽ കർഷക തൊഴിലാളികളുടെ സമരങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ KSKTU എറണാകുളം ജില്ലാ കമ്മിറ്റി ശിവരാജൻ്റെ നേതൃത്വത്തിൽ പ്രചരണ ജാഥ സംഘടിപ്പിച്ചിരുന്നു ജില്ലയിലുടനീളം. ആ പ്രചരണ ജാഥയുമായി പോകുന്ന കൂട്ടത്തിൻ്റെ ഗായക സംഘത്തിൻ്റെ പ്രതീതിയായി ആയിട്ടാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഞാൻ ഓർക്കുന്നത് 100 പൂക്കൾ എന്നുള്ള പാട്ട് മനോഹരമായി കാർത്തികേയൻ പാടി ആ സമരപ്രചരണ ജാഥയ്ക്ക് ഊർജവും കരുത്തും പകരുന്നതിന് തൻ്റെ നിറഞ്ഞ യൗവനമായിരുന്ന കാലമാണ്. ഒരു നിറയൗവന കാലമായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ ഇവിടെ മത്സരിച്ച സന്ദർഭത്തിൽ സാധാരണ പ്രവർത്തകനായും കാർത്തികേയൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. നേതാവ് എന്ന നിലയിൽ ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കാൻ മാതൃകയോടെ അദ്ദേഹം പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ആത്മാർത്ഥതയും നിസ്വാർത്ഥതയും ഒത്തുചേരുമ്പോഴാണ് വ്യക്തിപരമായ താല്പര്യങ്ങൾ പൊതുവായ താല്പര്യത്തിന് വേണ്ടി ബലികഴിക്കുമ്പോഴാണ് പൊതുപ്രവർത്തനത്തിന് ഒരു അർത്ഥവും ദൗത്യവും ഉണ്ടാകുന്നത്. ദീർഘകാലം തന്നെ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായിട്ടും സഖാവ് പ്രവർത്തിക്കുകയുണ്ടായി. ആ പ്രവർത്തന കാലഘട്ടം ആ സഖാവ് ഏരിയ കമ്മിറ്റി അംഗമായിരിക്കുമ്പോൾ ആ കമ്മിറ്റിയിൽ അംഗമായിരുന്നു പ്രവർത്തിക്കുവാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. കുഴപ്പള്ളിക്കകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തെയും ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ശ്രമം നടത്തുകയും അതിനു വേണ്ടിയിട്ട് സംഭാവന ചെയ്യുകയും ചെയ്ത സഖാവാണ് സഖാവ് NC കാർത്തികേയൻ. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏത് സംഘർഷഭരിതമായിട്ടുള്ള ഒരു സാഹചര്യമാണ് എങ്കിലും അതിനെയൊക്കെ നേരിടുന്ന NCയുടെ ഒരു രീതിയുണ്ട്. ഏതൊരു വിഷയത്തിൽ ഇടപെടുമ്പോഴും സഖാവിൻ്റെ ഒരു പ്രത്യേക രീതി, അതിലൊരു ശൈലി നമുക്ക് കാണുവാൻ സാധിക്കും. അദ്ദേഹം ജനങ്ങളോട് ഇടപഴകുന്ന രീതിയും വളരെ സരസമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ഒരു വിഷയം വന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത ആ വിഷയം സഹിഷ്ണുതയോടെ കേൾക്കുവാൻ സഖാവ് ശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. സഹിഷ്ണുതയോടെ കേൾക്കുവാനും അതോടൊപ്പം തന്നെ അതിനെ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് വലിയ ഇടപെടലുകൾ അദ്ദേഹം നടത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുഴപ്പള്ളിക്കകത്തും വൈപ്പിങ്കരക്കകത്തും രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ളൊരു ബന്ധം ഊട്ടിയുറപ്പിക്കുവാൻ സഖാവ് NCക്ക് സാധിച്ചിട്ടുണ്ട്. സഹകരണ ബാങ്കിൻ്റെ ജീവനക്കാരനുമായിരുന്ന ശ്രീ NC കാർത്തികേയൻ ഇന്നലെ നമ്മെ വിട്ടുപിരിയുകയുണ്ടായി. ശ്രീ കാർത്തികേയൻ ചേട്ടൻ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് സഹകരണ ബാങ്കുമായി പ്രവർത്തിക്കുന്ന കാലഘട്ടങ്ങളിലാണ്. ഇന്നലെ
അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗം അറിഞ്ഞ സമയത്ത് ഞാൻ പലരുമായി ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനെ ഓർമ്മ വരുന്നത് സഹകരണ ബാങ്ക് ജീവനക്കാരനായി ഇരിക്കുന്ന കാലയളവാണ്. ശ്രീ ജോസ് വി കൈതാരൻ സെക്രട്ടറി ആയിരിക്കുന്ന കാലത്താണ് ശ്രീ കാർത്തികേയൻ ചേട്ടൻ ബാങ്കിലെ ജീവനക്കാരനായിട്ട് ഇവിടെ വരുന്നത്. ആ കാലം തുടങ്ങിയുള്ള ബന്ധം കഴിഞ്ഞ ഏതാണ്ട് 6 മാസം മുമ്പാണ് ഞാൻ അദ്ദേഹത്തെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ വെച്ച് കാണുകയുണ്ടായി. പിന്നീട് അറിയാൻ കഴിഞ്ഞത് ചികിത്സയിലാണെങ്കിൽ പോലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ തിലകനുമായി ബന്ധപ്പെട്ടപ്പോൾ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ് എന്നുള്ള വിവരമാണ് അറിഞ്ഞത്. കാർത്തികേയൻ ചേട്ടനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ CPMൻ്റെ ഒരു പ്രധാന പ്രവർത്തകൻ എന്നതിലുപരി സഹകരണകാരിയും അതുപോലെ സഹകരണ ജീവന രംഗത്തെല്ലാം ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുമായി ബന്ധപ്പെടുവാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിച്ച ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ്. CPMനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും ഉണ്ടായിട്ടുള്ള ആ അപരിഹാര്യമായ ദുഃഖത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും പങ്കുചേരുന്നു. അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നിർത്തുന്നു. വഴികളിലെ ഓരോ മുഹൂർത്തങ്ങളെയും ഓരോ ആളുകൾക്കും അവരവരുടേതായ അനുഭവങ്ങൾ പറയാനുണ്ടാകും. ഒരു വ്യക്തി അയാൾ സ്വന്തം ജീവിതത്തിൽ അയാൾ ജോലി ചെയ്യുന്നു, അയാൾ ജീവിത സന്ധാരണം ചെയ്യുന്നതോടൊപ്പം തന്നെ അയാൾ സമൂഹത്തിനു കൂടി വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് അയാളുടെ ജീവിതത്തെ കൂടുതൽ അർത്ഥമാക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മളിങ്ങനെ അനുസ്മരിക്കുന്നത്. ഞാൻ കാർത്തികേയനെ പരിചയപ്പെടുന്നതും കാർത്തികേയനെ കാണുന്നതും നമ്മുടെ ദേശീയ രാഷ്ട്രീയത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ദേശീയ രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച ഒരു രാഷ്ട്രീയ സംഭവമായിരുന്നു അടിയന്തരാവസ്ഥ. ആ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമാണ് ഒട്ടനവധി ചെറുപ്പക്കാർ വിശേഷിച്ച് ഇടതുപക്ഷത്തിലേക്ക് ആകൃഷ്ടരായി വന്നത്. അന്ന് ദേശാഭിമാനി സ്റ്റഡി സർക്കിളിൻ്റെ സംവാദങ്ങളിലും മീറ്റിങ്ങുകളിലും അത് തുടങ്ങുന്നതിന് മുമ്പായി പല ആളുകൾ ഇപ്പോൾ അന്തരിച്ച ചിത്രങ്ങൾ, അത് രാഷ്ട്രീയമായുള്ള EC അതുള്ള ചില ആളുകളെല്ലാം വന്ന് ഇതുപോലെ തന്നെ പാട്ടുകൾ പാടുമായിരുന്നു. അങ്ങനെ കാർത്തികേയൻ അദ്ദേഹം പാടിയ പാട്ടാണ് ഇവിടെ ശർമ്മസഖാവും ഇവിടെ എല്ലാം പഠിച്ചത്. 100 പൂക്കളെ 100 പൂക്കളെ ലാൽ സലാം ലാൽ സലാം എന്ന് പറയുന്ന പാട്ട് അദ്ദേഹം വളരെ ഈണത്തിൽ എല്ലാ സമ്മേളനങ്ങളിലും പാടുമായിരുന്നു. പിന്നീട് അതിനുശേഷം അന്ന് KSYF 2 ജാഥകൾ, ഒന്ന് എൻ്റെ നേതൃത്വത്തിൽ മാലപ്പുറത്തുനിന്ന് കോതമംഗലം വരെയും അതുപോലെ തന്നെ ശർമ്മസഖാവിൻ്റെ നേതൃത്വത്തിൽ ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കൂത്താട്ടുകുളം വരെയും 2 ജാഥകൾ അന്ന് നടത്തിയിരുന്നു. അതിൽ മുഴുവൻ ഈ മലപ്പുറത്തുനിന്ന് തുടങ്ങിയ ജാഥയിൽ പൂർണ്ണസമയം അംഗമായി എല്ലാ മീറ്റിങ്ങുകളിലും സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, ഈ പാട്ട് അദ്ദേഹം ആലപിക്കുമായിരുന്നു. പിന്നീട് കുഴിപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ അദ്ദേഹം ഒരു കർഷക തൊഴിലാളിയായിരുന്നു. ആ കർഷക തൊഴിലാളി കുടുംബത്തിൽ നിന്ന് വന്ന് ഒപ്പം തന്നെ പാർട്ടി പ്രവർത്തനം കൂടി ഒപ്പം നടത്തിയ ആ സഖാവിനെ കുഴിപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ അദ്ദേഹത്തിന് ആ ജോലി അദ്ദേഹത്തിന് നൽകുകയായിരുന്നു. വിഭാഗങ്ങൾക്ക് ഒരു ശബ്ദം നൽകിയ ഈ കേരളത്തെ മാറ്റിയതെന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. മണ്ണിൽ ഉറച്ചു നിന്ന കർഷക തൊഴിലാളിയും ക്ലാസ്സുകളിൽ നേരെ നിവർന്നു നിന്ന അധ്യാപകരും അടക്കമുള്ള ഈ പിന്നോക്ക വിഭാഗങ്ങളും അടക്കമുള്ള ജനതതികളാണ് അയ്യങ്കാളിയും ശ്രീനാരായണ ഗുരുവും ദേശീയ സ്വാതന്ത്ര്യ സമരവും എല്ലാം കഴിഞ്ഞു വന്ന ഈ കേരളത്തെ ഇന്നത്തെ നിലയിൽ മാറ്റുന്നതിന് വലിയ പങ്ക് വഹിച്ചത് ഇവരെല്ലാവരും ചേർന്നാണ്. പക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തിൽ എന്നോടൊപ്പമുള്ള ഒരു സഹപ്രവർത്തകരെ, സഖാവ് NCയെ ഞാൻ പരിചയപ്പെടുന്നത്
ഞാനിവിടെ നാട്ടിൽ വന്നതിന് ശേഷം, കല്യാണം കഴിച്ചു വന്നതിന് ശേഷം അദ്ദേഹത്തെ കാണാറുണ്ടെങ്കിലും ബാങ്കിൻ്റെ ഭരണസമിതിയിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹത്തെ കൂടുതലായി പരിചയപ്പെടാനും വർത്തമാനം പറയാനും ഒക്കെ എനിക്ക് അവസരം കിട്ടിയത്. അപ്പോഴൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതം ഇവിടുന്ന് കഴിഞ്ഞ് പോകുന്നത് വരെ വളരെ വിനയാന്വിതമായി അദ്ദേഹത്തിൻ്റെ ജോലി എന്താണോ അത് വളരെ ആത്മാർത്ഥതയോടും ആളുകളോടുള്ള വളരെ നല്ല സമീപനത്തിനും കൂടി തന്നെയാണ് അദ്ദേഹം ഈ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് അദ്ദേഹം പിരിയുന്നത്. പ്രതിനിധികളെ, മഹത് വ്യക്തിത്വങ്ങളെ, ഈ അനുശോചന യോഗത്തിൽ പങ്കെടുക്കാനെത്തിയിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, അതിലുപരി നമ്മുടെ സഹകരണ ബാങ്കിൻ്റെ ഒരു ജീവനക്കാരൻ എന്ന നിലയിലെല്ലാം വളരെയധികം വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു മഹത് വ്യക്തിത്വത്തിനുടമയാണ് ശ്രീ NC കാർത്തികേയൻ. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇവിടെ ബഹുമാനപ്പെട്ട ശർമ്മ സാറും അതുപോലെ മോനായി സാറും ഒക്കെ വളരെ വിശദമായി സംസാരിച്ചു. ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലുപരി ഒരു സൗമ്യ സ്വഭാവക്കാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആ നിര്യാണത്തിൽ ഭാരതീയ ജനതാ പാർട്ടി കുഴുപ്പള്ളി പഞ്ചായത്തിൻ്റെ പേരിലും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കൊപ്പം ഞങ്ങൾ ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് നിർത്തുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഒരു മാതൃകയെന്നോണം എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിലും എല്ലാവരോടും വളരെ ലാളിത്യവും സ്നേഹവാത്സല്യങ്ങളൊക്കെ കാണിച്ച് പ്രവർത്തിച്ച നല്ലൊരു പ്രവർത്തകരായിരുന്നു കാർത്തികേയൻ ചേട്ടൻ. കാർത്തികേയൻ ചേട്ടനുമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത് തന്നെ LDFിൻ്റെ ആരംഭകാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒപ്പം LDFിൽ പ്രവർത്തിക്കുകയും അതുപോലെ തന്നെ LDFിൻ്റെ ഏതൊരു മീറ്റിങ്ങിലും എല്ലാ ഘടകകക്ഷികളെയൊക്കെ യോജിപ്പിച്ച് അവർക്ക് പറയേണ്ട വിഷയങ്ങൾ സംസാരിക്കുവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കുകയും അവരെല്ലാം കൂട്ടിയോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് പോകുവാൻ കഴിവുമുള്ള ഒരു നല്ല ഒരു LC സെക്രട്ടറി ആയിരുന്നു കാർത്തികേയൻ ചേട്ടൻ. കാർത്തികേയൻ ചേട്ടൻ സുഖമില്ലാത്തതിന് ശേഷം ഞാൻ രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോവുകയും ഒരു അല്പസമയമെങ്കിലും കുറച്ച് അരമണിക്കൂറെങ്കിലും പുള്ളിയോട് സംസാരിച്ചിരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം ഇവിടെയുള്ള രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചെല്ലാം വളരെ ചർച്ച ചെയ്യുകയും അതുപോലെ തന്നെ വാർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം എൻ്റെ വാർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് അദ്ദേഹവും എൻ്റെ ഒരു വാർഡംഗമാണ്. ആ വാർഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം വളരെ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് അതിനെ നല്ല രീതിയിൽ കൊണ്ടുപോകണം എന്നുള്ള രീതിയിലെല്ലാം പറഞ്ഞു തരികയൊക്കെ ചെയ്യുന്ന നല്ലൊരു നേതാവായിരുന്നു കാർത്തികേയൻ ചേട്ടൻ്റെ നിര്യാണത്തിൽ നിങ്ങളോടൊപ്പം ആ അനുശോചനത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. വ്യക്തിത്വങ്ങളെ, ശ്രീ NC കാർത്തികേയൻ നമ്മോട് വിട പറഞ്ഞു. കുഴുപ്പള്ളിയുടെ സാമൂഹ്യ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന് തൻ്റെ ആയുസ് മുഴുവൻ കുഴുപ്പള്ളിയിലെ ജനങ്ങളുമായിട്ടൊക്കെ ഇടപഴകി ജീവിച്ച ഒരു വ്യക്തിത്വം. CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കുഴുപ്പള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നപ്പോഴും ബാങ്കിൻ്റെ ജീവനക്കാരനായിരുന്നപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹം പാർട്ടിയുടെ ഒരു മുഖം തന്നെയായിരുന്നു. കുഴുപ്പള്ളിയിലെ കർഷക തൊഴിലാളികളുടെ അവകാശ പോരാട്ടങ്ങളിലും കുഴുപ്പള്ളിയിലെ പാർട്ടിയിൽ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കൂടുതൽ ആളുകളെ പാർട്ടിയോടൊപ്പം ചേർക്കുന്നതിൽ അദ്ദേഹം വലിയ വൈഭവം കാണിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. ശ്രീ NC കാർത്തികേയൻ്റെ ഒരു വ്യക്തിത്വം രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും പൊതുപ്രവർത്തകരെന്ന രീതിയിൽ സമൂഹത്തിലെ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോഴും പൊതുജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയുടെ മുഖത്തിന്
യാതൊരു മങ്ങലുമേൽക്കാതെ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്.